ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മീൻ കറിയാണ്. ഓക്കെ, അപ്പം അതിന് ഞാൻ എൻ്റെ ചാളയെ എടുത്ത് വെച്ചേക്കുന്നത്. ചാളയ്ക്ക് ചില സ്ഥലങ്ങളിൽ മത്തി എന്ന് പറയും, അല്ലെങ്കിൽ സാർഡൈൻ. ഓക്കെ, അതാണ് എടുത്ത് വെച്ചിരിക്കുന്ന. എനിക്കൊന്നൊരു 300 ഗ്രാം വരും. അപ്പോൾ അത് ഞാനെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരഞ്ഞ് വെച്ചേക്കുക. ഓക്കെ, ചെറുതായിട്ട് എന്ന് വെച്ചാൽ ഞാനതൊന്ന് ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം ചാള ഒന്ന് വറക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഒരു 4 കഷ്ണം ഗാർലിക് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞൊരു 300 ഗ്രാം, ഇത് 6 പീസ് ഉണ്ട് ചാള. അതിന് ഞാൻ 4 ഗാർലിക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ഉണ്ട്. പിന്നെ 2 ടീസ്പൂൺ ചില്ലി പൗഡർ, എരിവെള്ള മുളക് പൊടി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇത്രയാണ് നമുക്കിങ്ങനെ വറക്കാൻ, ഈ മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള അരക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ആദ്യം ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. പിന്നെ ഇത് അരച്ചിട്ട് നമുക്കിത് പുരട്ടണം. ഓക്കെ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതെല്ലാം കൂടെ വഴറ്റിയിടും ഇതിനകത്തോട്ട്. ഓക്കെ, ഉള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉള്ളി, ഞാനൊരു 8 ഉള്ളി എടുത്ത് വെച്ചിട്ട്, ചെറിയ ഉള്ളി ഉണ്ട്. പിന്നെ കുറച്ച് ഓണിയൻ ഉണ്ട്. ചെറിയ ഉള്ളി തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വടക്കൻപുളി ഉണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലി, ഇഞ്ചി ഉണ്ട്. ഇഞ്ചിയാണ് കൂടുതലിനകത്ത് ഞാൻ എരിവിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 2 കഷ്ണം ഗാർലിക് ഒത്തിരി ഇടണ്ട. കറിക്കകത്ത് എപ്പോഴും ഇഞ്ചി മുമ്പിൽ നിൽക്കുന്ന ടേസ്റ്റാണ് വരേണ്ടത് കൊണ്ട് ഗാർലിക് കുറച്ചിട്ടാൽ മതി. പിന്നെ ഇങ്ങനെ നമ്മളിത് എല്ലാം അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് ഈ പൊടികൾ പിന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വഴറ്റിയിട്ട് ഇടാനുള്ള പൊടികളായി പറഞ്ഞതല്ലേ. ഓക്കെ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ട്. പിന്നെ എല്ലാം ഇത് ഓരോ ടീസ്പൂൺ വെച്ചിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് എരിവെള്ള മുളക് പൊടി 1, പിന്നെ ഉലുവാപ്പൊടി. ഇത്രയോ ഇത് വഴറ്റിയിട്ട് അതിനകത്തോട്ടിട്ട് നമ്മൾ പിന്നെ എന്നിട്ടാണ് ഫിഷ് അതിനകത്തോട്ടിട്ട് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനിയുണ്ട്. പിന്നെ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ എടുത്ത് വെച്ചാൽ ഇത് വറക്കണം. പിന്നെ ഇതൊന്ന് വഴറ്റുവാനും ആവശ്യമുണ്ട് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് ഒന്ന് വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഇത് ഉലുവപ്പൊടിയും ഈ കറി ലീഫ്. നമ്മൾ വറക്കാനുള്ള അരപ്പ് ഉണ്ടാക്കണം. ഓക്കെ, ഞാനിപ്പോൾ അരപ്പ് അരിച്ചിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം. ആ മിക്സ് ഞാനിപ്പം മിക്സിയിലിട്ട് അരച്ച് വെച്ചു. ഇനി ഞാൻ ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ ഈ അരപ്പിൽ. ഫിഷിനകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വരുന്നതിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതിനകത്തോട്ടൊക്കെ ഇത് നന്നായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കൊരു കുറച്ച് നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഈ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ വടക്കൻപുള്ളി ഞാൻ നന്നായിട്ട് കുതിർത്തിട്ട് എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വെക്കാം. അത്ര നേരം ഈ മീനൊന്ന് പിടിച്ച് അവിടെ ഇരുന്ന് പിടിക്കട്ടെ. ഓക്കെ, ഞാനിതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത്, പുളി നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച പുളിയാണ്. ബാക്കിയുള്ള ഓണിയൻ, ചെറിയ ഉള്ളി ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചു. കുറച്ച് ഓണിയൻ സവാള എടുത്തില്ല, അത് ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പിന്നെ കറി ലീഫ് ഇരിക്കുന്ന ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞു വെച്ചു നീളത്തിലൊക്കെ. പിന്നെ 2 കഷ്ണമേ ഉള്ളൂ ഞാൻ ഗാർലിക് എടുത്ത്, അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇഞ്ചി അവിടെ കൂടുതലും എരിവ് കൊടുക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് ഇതിനകത്തിരുന്ന പൊടികളില്ലേ, ഇതെല്ലാം ഞാൻ 1 ടീസ്പൂൺ വെച്ചിട്ടുള്ളൂ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഈ എരിവെള്ള മുളക് പൊടിയും ഉലുവപ്പൊടിയും. ബാക്കി ഇത് മല്ലിപ്പൊടി മാത്രം 1 ടേബിൾ സ്പൂണും മറ്റേ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂണും എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഇടാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഷ് ആദ്യം പോയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം. പാത്രമൊക്കെ വെച്ച് എണ്ണ ചൂടാവുന്നുണ്ട്. അപ്പം നേരത്തെ ഈ ഫിഷ് അങ്ങോട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, ഞാനിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാനിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡായി മറ്റേ സൈഡിലായിട്ട് പിന്നെ ഉള്ളിൽ 3 more fish നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടാക്കി. എന്നിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം.
ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് 3 ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇതും കൂടെ എടുത്തിടാൻ പോകുന്നു. ഈ സാധാരണ ഇങ്ങനെ നമ്മൾ എന്താ ചാളയൊക്കെ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്തോ, അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത്. ഓക്കെ. പിന്നെ അതേ ഞാൻ ഈ വന്ന ഇതല്ലേ ഈ അരപ്പോലെ ഉണ്ടല്ലോ, അതോടെ ഇതിനകത്തോട്ട് ഇങ്ങനെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ടേസ്റ്റൊക്കെ വരും ചെയ്യുമ്പോൾ. അപ്പം ഇപ്പം ചാള എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി നമുക്ക് ആ വെജിറ്റബിളിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ, അത് നിന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി ഇങ്ങനെ വറക്കുണ്ട് കേട്ടോ, ഇങ്ങനെ വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി ഇതെല്ലാം. ഓക്കെ. ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചോപ്പ് ഓണിയനൊക്കെ ഇടാം. അപ്പം ഞാൻ 1 മിനിറ്റ് ഒന്ന് ഇട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടൊന്ന് വാട്ടിയിട്ടുണ്ട്. ഒത്തിരി ഇങ്ങനെ എന്താ ബ്രൗൺ കളറിലൊന്നും ഈ ഗാർലിക്ക് വരില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ പയ്യെ ഇതേ ഓണിയനും നമ്മുടെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ല, ചെറിയ ഉള്ളി, അത് രണ്ടും ഇട്ട് കൊടുക്കാൻ പോകും. ഓക്കെ. ഇതിപ്പം ആ ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനിനി പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പം ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നു. നമുക്ക് ഇത് ഇത്തിരി ഒന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്നിട്ട് മൂപ്പിക്കാം. ഓക്കെ. ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വേണ്ടി അരച്ചരപ്പില്ലേ, അതിൻ്റെ ബാക്കി കുറച്ച് വന്നത്, അത് ഞാൻ ഇതിനകത്തോട്ടങ്ങ് ഒന്ന് ആഡ് ചെയ്തിട്ടങ്ങ് മിക്സ് ചെയ്ത് എൻ്റെ കൂടെ അങ്ങ് അരപ്പാക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് വല്ലതും ബാക്കി വരുവാണെങ്കിൽ ഇങ്ങനെ ഇട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് അങ്ങ് ആക്കിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ബാക്കി വരുന്നില്ലെങ്കിൽ ഫ്രൈ ചെയ്യാനെടുത്ത് അരപ്പ് എന്തെങ്കിലും ബാക്കി വരുവാണെങ്കിൽ ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. ഓക്കെ. വറുത്തെടുക്കാന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുത്തു. ഇനി എന്തെങ്കിലും എണ്ണയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇതിനകത്തോട്ട്. ഓക്കെ. ഇനി നമുക്ക് ആ എടുത്ത് വെച്ചേക്കുന്നില്ല, എന്താ ഒന്ന് തക്കാളിക്കയും വടക്കൻപുളി അതോടെ ഇട്ട് കൊടുക്കാം. ഓക്കെ. മിക്സ് ചെയ്തെടുക്കാം. ഇത് വറുത്ത മീൻ കൊണ്ടുള്ള കറിയായിരുന്നു. വാടിക്കൊണ്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വേടിച്ച് നന്നായി ഇതാക്കിട്ട് കുറച്ച് ഉപ്പ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് എല്ലാ അരപ്പും ചേർത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി വന്ന അരപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തപ്പോൾ അതിൻ്റെ പൊടിക്കത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ഒന്നും ഇതിനകത്തൊന്നും കളഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് കുറച്ച് വെള്ളം ഇതിനകത്ത് വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ഫിഷ് കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഫിഷിന് നമ്മൾ കയ്യിലൊക്കെ ഉപ്പിട്ടതുകൊണ്ട് ഇതിൻ്റെ കറിക്കുള്ള ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതിപ്പം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആ ഫിഷ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഞാൻ ഇതിനകത്തോട്ട് ആ ഫിഷെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തീ കൊട്ടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് ഇതിനകത്ത് കറിയാക്കി എടുക്കാൻ നോക്കാം.
ഈ പുളിയൊക്കെ ഇതിനകത്തുള്ള ഇതിനകത്ത് നമ്മൾ ഇട്ടിരുന്ന പുളിയൊക്കെ ഒന്ന് പിടിച്ച് വരണം. തക്കാളിയൊക്കെയും നമ്മൾ എന്താ പറയുക വടക്കൻപുളിയൊക്കെ ചേർത്തിട്ടില്ലേ, പുളിയൊക്കെ ചേർത്തത് നന്നായിട്ട് പിടിച്ച് വരണം. ഒത്തിരി ഫ്ലെയിം കൂട്ടുണ്ട്, മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാൻ വേണം. ഇതിപ്പോൾ അവിടെ നന്നായിട്ട് ഞാനിതൊന്ന് അടച്ച് വെച്ചായിരുന്നു. അതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് റെഡിയായി കണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്കിത് ഞാൻ കുറച്ച് എന്താ പറയുക ഉലുവയും കറി ലീഫും കൂടെ അവസാനം ഇടാൻ എടുത്ത് വെച്ചിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മറച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചേക്കുക. നമ്മുടെ ഈ ഉലുവപ്പൊടിയും കറി ലീഫ് കൂടെ ഉള്ളത് റെഡി ആയിട്ടുണ്ട്. അതിൽ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതോടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്താ പറയുക കറി ലീഫും ഉലുവായും കൂടെ നമ്മൾ വറുത്തില്ല, അത് ഇട്ട് കൊടുത്തു. ഓക്കെ, അതോടൊന്ന് എല്ലായിടും ഒന്ന് ഇളക്കി കൊടുക്കുക പിടിക്കാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ, ആ ഉലുവയും ആ കറി ലീഫും കൂടെ ഉള്ള. ഓക്കെ, എല്ലായിടും ഒന്ന് പിടിക്കണം. ഒരു സ്ഥലത്ത് തന്നെ കിടക്കുമ്പം കയറ്റി വന്നതിന് ചെയ്യുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല റിയലി യമ്മിയായിട്ടുള്ളൊരു ചാളക്കറി. ഓക്കെ, ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പം നന്നായിട്ടിരിക്കും. ഇത് ഒരു 5 to 7 minutes പിന്നെ ഒന്ന് വെച്ചാൽ മതി. ഓക്കെ, ഒന്ന് തിളയ്ക്കുക. നമ്മൾ അരപ്പിട്ട് പിന്നെ ഫിഷ് വീട്ടെല്ലാം ഒന്ന് തിളയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാൻ പോവാം. നല്ല റിയലി ടേസ്റ്റി ആയിട്ടുണ്ട് ഇത്. ഞാൻ ഉപ്പൊക്കെ നോക്കുക, പുളിയെല്ലാം നന്നായിട്ടുണ്ട് ഇതിന്. ഓക്കെ, ഞാൻ ഇപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ചോറും കുറച്ച് എന്താ പറയുക ബീറ്റ്റൂട്ട് തോരനൊക്കെ എടുത്ത് വെച്ചിട്ട് എൻ്റെ കൂടെ ഒരു കഷ്ണം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയാം അല്ലേ. കുറച്ചിങ്ങനെ ഒരു കഷ്ണവും കുറച്ച് ചാറും കൂടെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പം എടുത്ത് കൊടുക്കുക. ഒരു കഷ്ണവും പിന്നെ കുറച്ച് എൻ്റെ ഗ്രേവിയും കൂടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കിയിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സത്യം പറയാല്ല റിയലി ടേസ്റ്റി ആയിട്ടുണ്ട്. ഓക്കെ, ശരിക്കും റിയലി ടേസ്റ്റി ആയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇൻഗ്രീഡിയൻസ് ഒക്കെ ഗാർലിക്കായാലും ഇഞ്ചിയൊക്കെ തന്നെ, ഇഞ്ചിയുടെ ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇത് റിയലി അമ്മയായിട്ടുള്ളൊരു ചാളക്കറി അല്ലേ. ചാള ചിലർക്കൊന്നും ഇഷ്ടമായിരിക്കത്തില്ല, അതുപോലെയൊക്കെ വെച്ച് കൊടുത്ത് ചിലപ്പം നന്നായിട്ട് ആളുകൾ കഴിക്കും. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക. റിയലി യമ്മി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ കറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇതുപോലെ നിങ്ങൾ സെർവ് ചെയ്ത് കൊടുക്കുക. ഒരു കഷ്ണവും എൻ്റെ ഗ്രേവിയൊക്കെ ആയിട്ട്. ഓക്കെ, വറുത്ത മീൻ കറി അല്ലേ. അപ്പം ഇതുപോലെ ഒരു കറി നിങ്ങളും ട്രൈ നോക്കൊക്കെ. വറുത്ത മീൻ കറി റിയലി യമ്മി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ റിയലി യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചാളക്കറി ഉണ്ടാക്കി നോക്കുക. ഓക്കെ, നന്നായിട്ടുണ്ട്. റിയലി ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നോട് പറയുന്നത് എങ്ങനെയുണ്ടെന്നൊക്കെ. ഓക്കെ, അപ്പം ബൈ.